ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോൾ ഉള്ളത് ആംസ്റ്റർഡാമിലാണ്, നമ്മുടെ നെതർലാൻഡ്സിന്റെ സ്വന്തം ആംസ്റ്റർഡാമിലാണ്. ഒന്നും കൂടി പരിചയപ്പെടുത്തിക്കോ, എല്ലാ വീട്ടിലും പരിചയപ്പെടുന്നുണ്ട്. ഒച്ചടി പറഞ്ഞോ, നിബിൻ. ഒരു നല്ലൊരു മലയാളി നിബിനാട്ടോ. പിന്നെ മലയാളി അല്ലാതെ യു ക്യാൻ സേ യുവർ നെയിം വെരി ലൗഡ്ലി. ഓ, ലിറ്റിൽ ബിറ്റ് മോർ ലൗഡ്ലി. ക്രിസ്റ്റീന. പുള്ളിയുടെ ഗേൾഫ്രണ്ട് ആണ്. ആക്ച്വലി കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോൾ നിബിൻ ബ്രോ ആണ് എന്നെ ഹോസ്റ്റ് ചെയ്തത്. ഞാൻ എപ്പോഴും നെതർലാൻഡ്സിൽ വന്നു കഴിഞ്ഞാലും പുള്ളിയാണ് എന്നെ ഹോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം 2021 നമ്മൾ അവസാനമായിട്ട് ഇവിടെ വന്നത്. ഇറ്റ്സ് ബീൻ 3 years അല്ലേ, 3 വർഷമാണ് കേട്ടോ. 3 വർഷത്തിന് ശേഷമാണ് പിന്നെയും വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സ്ട്രീറ്റിലേക്ക് വാക്ക് ചെയ്തുകൊണ്ടിരിക്കലാണ്. സമയം ഉച്ചക്ക് 1 മണി കേട്ടോ, 1 മണി സമയമായി. ഇപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട്, നല്ല തണുപ്പുണ്ട്. വലിയ തണുപ്പില്ലെങ്കിൽ ചെറിയ തണുപ്പാണ്. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. നോക്കി നിങ്ങൾ, ഓക്കെ. ഇവിടെ ബോട്ടുകളൊക്കെ നിർത്തിയിടുന്ന ഒരു ഏരിയ ആണ്. ശരിക്കും നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മറ്റേ കഞ്ചാവൊക്കെ വെക്കുന്ന ആ ഏരിയ അല്ല, അത് വേറെ ഏരിയ ആണ്. സെൻട്രൽ ഭാഗത്താണ് നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറിയിട്ടുള്ളത്. അതിനൊക്കെ വീഡിയോസ് കഴിഞ്ഞവണ്ണം വന്നപ്പോൾ ഞാൻ എടുത്തിരുന്നു. ഇപ്രാവശ്യം ഞാനത് ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചേട്ടോ. ഒരു ചെറിയൊരു ബ്രിഡ്ജ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് സൈക്കിൾ പാത്താണ്. അറിയാലോ, ആംസ്റ്റർഡാമിൻ്റെ കൺട്രിയിൽ ഈ വാഹനങ്ങളെക്കാൾ കൂടുതലുള്ള സൈക്കിളാണ്. ഹലോ, താങ്ക് യു. വാഹനങ്ങളെക്കാൾ കൂടുതലുള്ള സൈക്കിളാണ്. അപ്പം ഇതൊക്കെ സൈക്കിൾ ട്രാക്കാണ്, കണ്ടില്ല? അത് ട്രാമിൻ്റെ ട്രാക്കാണ്. സൈക്കിൾ ട്രാക്കിലൊക്കെ ആൾക്കാർ പോകും. അപ്പോൾ സൈക്കിൾ അടിച്ച് മരിക്കണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം നോക്കിക്കോട്ടോ. ഇത് ട്രാമാണ്. ട്രാം ഇടിച്ച് മരിക്കണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം നോക്കുക. ലോകത്ത് ഇത്രയധികം സൈക്കിൾ ഉപയോഗിക്കുന്ന വേറൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. അതാണ് എൻ്റെ സത്യം കേട്ടോ. ഓക്കെ, പല തരത്തിലുള്ള സൈക്കിളുകൾ. ഇത് ബോട്ടാണ്. ഇതൊക്കെ പാസഞ്ചർ ബോട്ടാണ്. പിന്നെ ഇവിടെ കിടക്കുന്നുണ്ടോ, ഇത് ആക്ച്വലി പാസഞ്ചർ ബോട്ടല്ല. ഇവിടെ കിടക്കുന്നത് ഇത് വീടുകളാണ്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ വീടുകൾ വാങ്ങുന്നില്ല. അതുപോലെ ആംസ്റ്റർഡാമിൽ നമുക്ക് ബോട്ടുകൾ വീടാക്കി മാറ്റാൻ പറ്റും. ഇപ്പം പറ്റില്ല. പണ്ട് കാലത്താണ് അതിന് ലൈസൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ലൈസൻസ് കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പം കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ എയർബിഎൻബി പോലത്തെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വീടല്ലാതെ ഈ ബോട്ടുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഹൗസ് ബോട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇവിടെയാണ് ശരിക്കും ഹൗസ് ബോട്ട് ഉള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഹൗസ് ബോട്ടൊക്കെയാണ് നമ്മൾ ടൂറിസം പർപ്പസിന് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരു വീടായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ആരെങ്കിലും താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് നമുക്ക് നോക്കാമല്ലോ. പക്ഷേ ഇവിടെ നമുക്ക് ഈ ആംസ്റ്റർഡാം നെതർലാൻഡിൽ ഒരുപാട് ബോട്ടുകൾ അവർ വീടാക്കി ഉപയോഗിക്കുന്നത്. അവരുടെ വീട്ടു സാധനങ്ങളും കിടക്കയും കട്ടിലും റൂമും ബെഡ്റൂമും ഒക്കെ ശരിക്കും നമ്മൾ എന്താണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് അത് ആ കാര്യങ്ങൾ തന്നെ ഡിഫറെൻ്റ് എന്താ വെച്ചാൽ അവർ വെള്ളത്തിലാണ് ഉള്ളതെന്നുള്ളത് കേട്ടോ. ഇപ്പോഴും ഞാൻ പറഞ്ഞു, പണ്ടത്തെ പോലെ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല, ഇപ്പോൾ ലൈസൻസ് കിട്ടില്ല. ലൈസൻസ് കിട്ടാനുള്ള ഭയങ്കര പാടാണ് അല്ല ബ്രോ? ഇത് പുതിയ ലൈസൻസ് കൊടുക്കില്ല. ഇപ്പോൾ പണ്ട് കാലത്ത് കൊടുത്ത ലൈസൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ബോട്ടുകൾ ഇപ്പോഴും ഉപയോഗിക്കാം. ബോട്ടുകളിൽ മാറ്റാൻ പറ്റും, പക്ഷേ പുതിയ ലൈസൻസ് കിട്ടില്ല. അപ്പോൾ ഇത് ഭയങ്കര, പിന്നെ പല റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇത് വാങ്ങിക്കത്തുള്ളൂ. കാരണം ഇത് ഒരു ബോട്ട് ലൊക്കേഷൻ കിട്ടണമെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പൈസ, വീട് വാങ്ങിക്കുന്നതിന് കൂടുതൽ പൈസ ഇതിന് വേണ്ടി വരും. അപ്പം നല്ല പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് താമസിക്കാൻ പറ്റൂ. മൂവ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ലൊക്കേഷൻ മാത്രമേ അവർക്ക് വിടാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ ബോട്ട് ഇപ്പോൾ ഒരു വീടാ വെച്ചോ, അപ്പൊ ഇവർ ഇവിടെ തന്നെ താമസിക്കണം. ഇവർക്ക് ഇവിടുന്ന് മാറിയിട്ട് വേറെ ലൊക്കേഷനിലേക്ക് പോകാൻ പറ്റില്ല. ഇല്ല, പറ്റത്തില്ല. പിന്നെ ഇത് കൂടാതെ ഇവർക്ക് വാട്ടർ കണക്ഷനും സീവേജ് കണക്ഷനും എല്ലാം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതിനെല്ലാം പൈസ അടയ്ക്കണം. ഇതെല്ലാം സൗകര്യം വീട് പോലെ തന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ എല്ലാം കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. സോ ബ്രോ, എവിടെയാണ് നമ്മൾ അടുത്ത് പോകുന്നത്? നമ്മൾ ആ ഒരു ബ്രിഡ്ജിലോട്ടാണ് പോകുന്നത്. ആ ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്താ? അത് പണ്ട് കാലത്ത് ഉണ്ടാക്കിയൊരു ബ്രിഡ്ജാണ്. ഒരു ഐതിഹ്യമുണ്ട്. എന്താണ് ഐതിഹ്യം? ഈ നദിയുടെ അപ്പുറത്തും ഇപ്പുറത്തും 2 സിസ്റ്റേഴ്സ് താമസിച്ചിരുന്നു. ഓക്കെ. അപ്പൊ അവർക്ക് കണ്ടുമുട്ടാൻ വേണ്ടി അന്ന് വേറെ ബ്രിഡ്ജുകളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഒരു ചെറിയൊരു നടക്കാൻ വേണ്ടിയുള്ള ഒരു ബ്രിഡ്ജ് അവരുണ്ടാക്കി. ഈ സിസ്റ്റേഴ്സിന്റെ ഒരു ഇത് കൊണ്ട് അവർ നേരിട്ടെടുത്ത് ഉണ്ടാക്കി. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ, ഒരു 10-40 വർഷം കഴിയുമ്പോഴത്തേക്കും ഗവൺമെന്റ് ഇവിടെ തന്നെ ഒരു വാക്കിംഗ് ബ്രിഡ്ജ് ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കി. പിന്നെ ഇപ്പൊ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇച്ചിരി വലിയൊരു ബ്രിഡ്ജായിട്ട് ഇപ്പോഴത്തെ ഗവൺമെന്റ് അത് മാറ്റിയെടുത്തു. അപ്പോൾ ഇവിടുത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ്. യെസ്കോ 2 ചേച്ചിമാർക്ക് വേണ്ടിയുള്ള ബ്രിഡ്ജാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ തന്നെ ഇങ്ങനെ പിടിച്ചു തരാം. കാരണം നിങ്ങൾക്ക് ഇവിടെ വന്ന് നടന്നിട്ട് പോകുമ്പോഴൊരു ഫീലിംഗ് കിട്ടട്ടെ. ഓൾവേസ് ഞാൻ ചെയ്യുന്ന കാര്യം തന്നെ. അതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള മ്യൂസിക്സ് കൊടുക്കുന്നത് കേട്ടോ.
ഇത് നല്ല അടിപൊളി ചെറിയൊരു കുഞ്ഞ് ബ്രിഡ്ജാണ്. പിന്നെ നെതർലാൻഡ്സ് എന്ന് പറയുന്നത് അറിയാലോ ഈ കനാലുകളുടെ ഒരു മെയിൻ കേന്ദ്രം കേട്ടോ. എന്ന് വെച്ചാൽ ഒരു അടിപൊളി ഒരു സ്ഥലമാണ്, മൊത്തം കനാലുകളാണ്. ഇപ്പോൾ നമ്മൾ കുട്ടനാട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കുട്ടനാട്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കനാലുള്ളത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു പാലങ്ങളുണ്ടാവും. അപ്പോൾ ഇതുവഴിയൊക്കെ ബോട്ടുകൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുണ്ടോ, ഇത് മൊത്തം ഓപ്പൺ ആക്കും. നിങ്ങൾ ഈ ഇതിന് നേരെ പകുതിയിൽ കുഴിവാറുണ്ടോ, കാരണം ഇത് രണ്ട് പീസ് കേട്ടോ. അപ്പോൾ അവരത് കപ്പലൊക്കെ വരുമ്പോൾ ചെറിയ ബോട്ടുകളൊക്കെ വരുമ്പോൾ അവരെന്താ ഡിവൈഡ് ചെയ്തിട്ട് ഓപ്പൺ ആക്കുന്നത്. പിന്നെ ഒരു ടൂറിസ്റ്റ് കൺട്രിയാണ്. വേറെ കാര്യം, ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നതിനോട് ഇവർക്ക് താല്പര്യമില്ല കേട്ടോ, പ്രത്യേകിച്ച് UK എന്നൊരു ടൂറിസ്റ്റുകളോട്. കാരണം ഇപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എനിക്കൊന്ന് ഇവിടെയുള്ള ടൂറിസ്റ്റുകൾ ഏകദേശം ഒരു 70% മേലെ എനിക്കൊന്ന് ഇംഗ്ലീഷുകാരാണ്. അപ്പോൾ ഇവരെ ഒരു ന്യൂസ് പുറത്തുവിട്ടില്ല, ഇവർ പോസ്റ്റ് പുറത്തുവിട്ടു ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ UK ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറ്റും. നടന്ന കാര്യം അത്, UK ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പച്ചക്ക് പറഞ്ഞിട്ട് ഇവർ സംഭവം പുറത്തുവിട്ട്. പക്ഷെ എന്നിട്ടും ഒരു മാറ്റമില്ല, അവിടുത്തെ ആൾക്കാരുടെ എണ്ണം കൂടി വരുത്താണ്, കുറയുന്നില്ല. അപ്പം ടൂറിസ്റ്റുകളാണ് ഇവിടെ മെയിൻ. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ക്യാമറ ഒക്കെ തൂക്കി പോകുമ്പോഴൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ പേടിക്കണം ആരും അറിയോ, ഇവിടുത്തെ കള്ളന്മാരെ നമ്മൾ പേടിക്കണം. അവർ നമ്മുടെ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാണ്ട് നമ്മൾ നോക്കണം. ഈ വലിച്ചു പോകുന്നുണ്ടോ കഞ്ചാവ് കേട്ടോ, വേറൊന്നുമില്ല. ഇവിടെ നമുക്ക് നിയമപരമായിട്ട് കഞ്ചാവ് പോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. നമുക്കത് വിൽക്കുന്ന കടകളുണ്ട്. അതൊക്കെ ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു. നമ്മളെ ബ്രോൻ്റെ ഗേൾഫ്രണ്ട് ഇവിടെ പോകുന്നുണ്ട്, കയറാം. ഇതൊരു മ്യൂസിയമാണ്. മെൽക്കോം കൊടുത്തിട്ടുണ്ട്. മെൽക്കോം മറ്റേ പോഞ്ഞിക്കുറ്റില്ലേ, കല്യാണരാമലിൽ ഇട്ട മെൽക്കോം ഇതിനുണ്ടല്ലോ. ഓക്കെ, ഇതൊരു മ്യൂസിയമാണ്. ഇതൊരു അടിപൊളി ഏരിയ ആണുള്ളത്. ഇത് ഒരു 2 വർഷം മുമ്പ് വരെ ഹെർമിറ്റാജ് മ്യൂസിയം സെന്റ് പീറ്റേഴ്സ്ബർഗിലുള്ള മ്യൂസിയത്തിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം യുദ്ധം തുടങ്ങിയതിന് ശേഷം അവർ ഈ മ്യൂസിയമായിട്ടുള്ള കോണ്ടാക്റ്റ് വേണ്ടെന്ന് വെച്ചു. അപ്പോഴത്തേക്കും അവർ ഹെർമിറ്റാജ് എന്നുള്ള ഒരു സംഭവം പേരൊക്കെ മാറ്റി ഇപ്പോൾ ഹാർട്ട് മ്യൂസിയം എന്നും പറഞ്ഞു, ഡിഫറെൻറ്റ് തീമിലുള്ള ഒരു മ്യൂസിയം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഇത്. ഇപ്പം ആ ഒരു റഷ്യൻ കണക്ഷൻ, അപ്പോൾ ഈ മ്യൂസിയം വേണ്ടെന്ന് വെച്ചു. You know the story, huh? Yes, I know it's really sad. You are so sad. Why you are so sad? Tell me, please. Yeah, because they changed name. I think it's not correct, you know. Yeah. Changing the name of a place. Yeah, because it was in the past. I think it's okay. Should be. But we can't do anything. It's another country, another rule, isn't it? Yeah. Bro, കമ്മിയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ടോ? പിന്നെ യുദ്ധമൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പം നെതർലാൻഡ്സും റഷ്യയും നല്ലൊരു ഫ്രണ്ട്ലി കൺട്രി ആയിരുന്നു. പക്ഷേ യുദ്ധം തുടങ്ങിയ ശേഷം ഒരു ഫ്രണ്ട്ലി കൺട്രി അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു എനിമി കൺട്രി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ ഒരു ഹിസ്റ്ററി എല്ലാം മാറ്റിയിട്ട് ആ ഒരു കണക്ഷൻ മാറ്റിയിട്ട് പുതിയൊരു മ്യൂസിയമായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങൾ എപ്പോൾ ആംസ്റ്റർഡാമിൽ വന്നാലും നിങ്ങൾ ലെഫ്റ്റും റൈറ്റും സൈക്കിൾ വേദന നോക്കണം. ചാടാ പാടാ സൈക്കിൾ വരും. ഇവിടെ സൈക്കിൾ ഉണ്ടോ? ഇതിന് ശരിക്കും ഒരു നാട്ടിലത്തെ ഒരു 800 യൂറോ ഒക്കെ വരും ബ്രോ നല്ല സൈക്കിളിന്. പുതിയ സൈക്കിളിന് 800 യൂറോ ഒക്കെ വരും. 80,000 രൂപ. പിന്നെ ഇലക്ട്രിക് ആകുമ്പോഴത്തേക്കും 1500 യൂറോ ഒക്കെ വരും. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സാധാരണ സൈക്കിൾ ആണെങ്കിൽ 100 യൂറോ ഒക്കെ കിട്ടും. അടിച്ചുമാരി സൈക്കിൾ ആണെങ്കിൽ 50 യൂറോക്കും കിട്ടും. ചിരിച്ച് തമാശക്കാണെങ്കിൽ അത് സത്യമാണ്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ബൈസൈക്കിൾ തീവ്സ് ആണ്. നമ്മുടെ ആസിഫ് അലീൻ്റെ മൂവിയില്ലേ ബൈസൈക്കിൾ തീവ്സ്. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ സൈക്കിൾ വെക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ അവരുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വിസയ്ക്ക് ആംസ്റ്റർഡാമിൽ വന്നോ. ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് സൈക്കിൾസിന്. ഇതേ ഒരു കുട്ടീനെ കൂട്ടി പോകുന്നുണ്ടോ, ചെറിയ കുഞ്ഞുമോളൊക്കെ ഇട്ടിട്ട് അടിപൊളി ഡിമാൻഡ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ സൈക്കിൾ പ്രാന്തന്മാരോടാണ്. ഇപ്പം പൊതുവെ എന്താ പറയുക, നമ്മൾ എന്ത് വണ്ടി വാങ്ങിയാലും നമ്മൾ ഒരുപാട് ആക്സസറീസ് ആഡ് ചെയ്യും. ഇപ്പം ബൈക്കാണെങ്കിലും ഒരുപാട് ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് ആഡ് ചെയ്യും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈക്കിളിൻ്റെ കണ്ടമാനം ആക്സസറീസ് ഇടും കേട്ടോ. കണ്ടമാനം വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ആക്സസറീസും. ചെറിയ സൈക്കിൾ മുതൽ വലിയ സൈക്കിൾ, ഇപ്പോൾ കുട്ടികൾ കൊണ്ടുപോകാനും സാധനം കൊണ്ടുപോകാനും ലഗേജ് ക്യാരി ചെയ്യാനൊക്കെ ആയിട്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സൈക്കിൾസ്. സൈക്കിളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു കൺട്രിയാണിത്. ഇവിടെ ചിഹ്വാഹു എന്ന് തന്നെ പറയാം ബ്രോ. ഈ പട്ടിക്കെന്ന് പറയാം എങ്ങനെ? ചിവാവ മോൻ, ചിവാവോ കുഞ്ഞു ചിവാവ കേട്ടത്. ഏയ് ഓയ് 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 വാട്ട്സ് യുവർ നെയിം? Name? Milo. Hey Milo, come here. Milo മോൻ. ആംസ്റ്റർഡാമിലെ കഞ്ചാവിൻ്റെ മണം അടിച്ചിട്ട് ഇങ്ങനെ മത്ത് പിടിച്ച് നടക്കലാന്ന് മിലോ.
Hello, Milo. Say hi. Say hi to my camera. താങ്ക് യു. കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇവിടെ മെയിനായിട്ടില്ലേ, നമുക്ക് ലോക്കൽസൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്റ്റാൻഡേർഡാണ്. എന്നുവെച്ചാൽ ഒറിജിനൽ ഡച്ചുകാരെന്ന് പറയുന്നത് അവർ ഭയങ്കര സ്റ്റാൻഡേർഡാണ്. ഈ പറഞ്ഞ തരിയിടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ ഇവിടെ കുടിയേറി കുറേ ആൾക്കാരുണ്ട്. ഇപ്പം പോളണ്ടിൽ നിന്നും അതുപോലെ തന്നെ റൊമേനിയക്കാരാണ് യൂറോപ്പിൽ ഏറ്റവും വലിയ വില്ലന്മാർ. ഏറ്റവും കൂടുതൽ യൂറോപ്പിൽ തരികിട പരിപാടികളും മോഷണവും ഇതൊക്കെ നടന്നത് റൊമേനിയൻസാണ്. റൊമേനിയൻ എന്ന് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായോ അന്ന് തുടങ്ങിയതാണ് യൂറോപ്പിലെ പല കൺട്രീസിൻ്റെയും കഷ്ടകാലം. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എക്സാക്ട്ലി അത് ശരിയല്ലേ? അവിടെ റൊമേനിയ അങ്ങനെയുള്ള കാര്യങ്ങൾ, ബൾഗേറിയ കൂട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കള്ളന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് യൂറോപ്യൻ യൂണിയനിൽ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇഷ്ടംപോലെ കള്ളത്തരങ്ങളും പോക്കറ്റ് അടി അതെല്ലാം ഭയങ്കര എക്സ്പേർട്സ് ആണ്. അപ്പം ഇവിടെയുള്ള ലോക്കൽസിന് താമസിക്കാനൊക്കെ ഭയങ്കര ഇവിടെ ബുദ്ധിമുട്ടാണ്. കാരണം എപ്പോഴാണ് കയ്യിലുള്ള പോക്കറ്റിലുള്ള സാധനങ്ങൾ പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഡച്ചുകാരൊക്കെ അടിപൊളിയാണ്. ഡച്ച് വേറെ അവർക്ക് മോഷ്ടിക്കേണ്ടല്ല, അവർക്ക് ജീവിക്കാനുള്ള പൈസയുണ്ട്. അപ്പോൾ അവരങ്ങനെ തരികിട പരിപാടിയൊന്നും കാണിക്കാറില്ല. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൗസ് ബോട്ടിൽ കേട്ടോ, വീടുകളാണ്. നോക്കിയാൽ നിങ്ങൾ ശരിക്കും നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ഹൗസ് ബോട്ടിൻ്റെ ഡിസൈനാണ്. താഴെ മാത്രം, പക്ഷെ മുകളിൽ മൊത്തം മാറി അതിൻ്റെ ലിവിങ് റൂം കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അകത്ത് കയറാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അവിടെ ഏതൊരു പഴയ വീടൊക്കെ പൊളിച്ചിട്ടുണ്ട്. സാധാരണ ബോട്ടുകൾ വളരെ വ്യത്യസ്തമായിട്ട് കണ്ട് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവർ മെറ്റൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ. പിന്നെ ഇത് ഡ്രൈനേജും കാര്യങ്ങളാണെന്ന് തോന്നുന്നു, പൈപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇവർക്ക് ഇലക്ട്രിസിറ്റി ബില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ എന്തിനാണ് ഇവർ ഇവിടെ വീടെടുത്തെന്നുള്ളത്. കാരണം ഒരു വെള്ളത്തിലാണ് സംഭവം ഉള്ളത്, ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത്രയും കഷ്ടപ്പാടുണ്ടാവും. ഈ കഷ്ടപ്പെട്ടിട്ട് എന്തിനാണ് ഇവർ വെള്ളത്തിൽ വീടെടുത്തത്? അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ കൺവേർട്ട് ചെയ്തെങ്കിൽ ബിസിനസ് പരമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഓരോ രാജ്യത്ത് ഓരോ ആൾക്കാർ പണ്ട് മുതൽ ജീവിച്ച് വന്ന ചില ശീലങ്ങളുണ്ടാവും. ഇപ്പം കുട്ടനാട്ടിൽ ജീവിച്ച് വളർന്ന ഒരു പയ്യനെ പിടിച്ചിട്ട് സഹാറ മരുഭൂമി കൊണ്ടിട്ട് കാര്യമില്ലോ, ഇല്ല. കാരണം അവൻ എപ്പോഴും വെള്ളവും കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ സഹാറ മരുഭൂമിയിൽ ജീവിച്ച് വരുന്നതിനെ പിടിച്ചിട്ട് കുട്ടനാട്ടിൽ കൊണ്ടിട്ടും കാര്യമില്ല. അപ്പോൾ ഓരോ മനുഷ്യൻ്റെ നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിക്കാൻ തന്നെയാണ് നമുക്കും ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വരുന്നതും. ഇവിടെ നോക്കി ഈ വീടിൻ്റെ താഴെ കണ്ടോ നിങ്ങൾ? താഴെ നോക്കിയേ, വെള്ളം ഫുള്ള് ഉറപ്പിച്ചിട്ടുണ്ട്, ബീമൊക്കെ കൊടുത്തിട്ട്. ഇതൊരു വീടാണ്, വെള്ളത്തിലുള്ള ഒരു വീട്, ബോട്ടിൻ്റെ ഡിസൈനുള്ള വീട്. പിന്നെ ആകെയുള്ള ലാഭം എന്ന് വെച്ചാൽ ഇതിൽ മോട്ടറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ചിലവും ഉണ്ടാവില്ല. എങ്ങനെ പെട്രോളിൻ്റെ ചിലവുണ്ടാവില്ല. എത്ര വർഷം പഴക്കമെന്ന് പറഞ്ഞത്? അത് അറിഞ്ഞുകൂടാ കേട്ടോ. ഒരു 100 വർഷത്തിനുള്ളിൽ ഉണ്ടാകും. ഒരു 150 തൊട്ട് ആരും ചെക്ക് ചെയ്യാൻ പോകുന്നില്ല അല്ലേ? ചരിത്രങ്ങൾ നമ്മളെപ്പോഴും വളച്ചൊടിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ 150 വർഷം പഴക്കമുള്ള എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പാലാണ് ഇവിടെ. ഇത് നല്ല ഉറപ്പുള്ള കമ്പി കേട്ടോ. ഓക്കെ, ഉറപ്പുള്ള കമ്പിയാണ്, ഇതിലാണ് ഉറപ്പിച്ചുള്ളത്. പിന്നെ വളരെ ക്ലീനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു കച്ചറ കാര്യങ്ങളൊന്നും നമുക്ക് പോകുന്നേക്ക് വേണ്ടി കാണാൻ പറ്റില്ല. ഹലോ ബ്രോസ്, കുഞ്ഞു മക്കളാണ്. കച്ചറും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല. മരമാണ്. ഓക്കെ, താഴേലൊക്കെ ഒരു ബോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര സന്തോഷമാണല്ലോ എല്ലാവരും. അവൾ 80 മണിക്കൂർ റിസർച്ച് ചെയ്തു. എന്തോട് കണ്ടുപിടിച്ച് തന്നിട്ട് 80 മണിക്കൂർ റിസർച്ച് ചെയ്തിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടി കേട്ടോ പറയുന്നത്. ഇവിടെ ഭയങ്കര പീസല്ലേ? വാട്ട് യു തിങ്ക് നെതർലാൻഡിനെ പറ്റിയിട്ട്? പീസ്ഫുൾ ആയിട്ടുള്ള കൺട്രിയാണ്, താമസിക്കാനും കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യമായിട്ട് ജീവിക്കാനുള്ള പൈസയും കിട്ടുന്നുണ്ട്. ബ്രോന് മാസത്ര വരുമാനമുണ്ട്? അത് പറയാൻ പറ്റില്ല കേട്ടോ. എന്നാലും നല്ല വരുമാനമുണ്ട്. എന്നാലൊരു ഗസേര് പറ ബ്രോ, പൊളിച്ച് അടക്കി പറ. ഒരു 8,000 യൂറോ ഒക്കെ. 10,000-ന് 2,000 കുറച്ചല്ലേ? കള്ള ശരിക്കും ടാക്സ് കുറച്ചാണ്. ഓ, അങ്ങനെ അടിപൊളി. ഓക്കെ, ക്രിസ്റ്റീന, how much you are making per year? Sorry? How much you are making per year? Making? Yeah, how much you are earning? Earning? 3,000 per month. Yeah, something like that. Something like that? Okay. You're happy with that, right? Yes. You're happy? But I want more. I want to be hairdresser. You want me 100K? No, Or you 100 and more, yeah. You want more? I suggest you to open a YouTube channel. Yeah, maybe also. You open a YouTube channel, start some cooking videos. Yeah. You guys make some family videos. Then you can earn 100K in a year. Happy? Yeah, of course. How? നിങ്ങൾ താഴെ നോക്കിയേ. ഓഹോ, ഇത് കയാക്കിംഗ് ആണല്ലോ. ഇതിനെന്താ പറയുക? കയാക്കിംഗ് അല്ലേ ഇത്? യെസ്. പക്ഷേ നമ്മുടെ നാട്ടിൽ കാണുന്ന ഇത് ആ ചെക്കൻ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾ ആ സാധനം മൂവ് ആകുന്നുണ്ടോ? ആ കുട്ടിയൊക്കെ നാണം വന്ന്
ഒരു നല്ലൊരു അടിപൊളി വൈബ് കേട്ടോ, ബോട്ട് കാര്യങ്ങൾ. ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോയിട്ടാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ പാലത്തിന് ഞാൻ പറഞ്ഞില്ല, ഇവിടെ വണ്ടികൾ വരുമ്പോൾ 2 സൈഡിൽ പൊക്കാൻ പറ്റും. അപ്പോൾ ഇലക്ട്രോണിക്കലിയാണ് ഇപ്പം വരുന്നത്, എന്നാലും നമുക്ക് മാനുവലി പൊക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കേട്ടോ. കണ്ടോ, നമ്മൾ ഈ പഴയ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ ഈ കോട്ടകൾ പൊക്കുന്നില്ല, അതുപോലെ ഇങ്ങനെ കറക്കിയിട്ട് പൊക്കാൻ പറ്റും. വണ്ടികൾ ഇങ്ങനെ വരുമ്പോൾ ഈ സാധനം ഇങ്ങനെ പൊങ്ങും. ചങ്ങലൊക്കെ കൊടുത്തിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ അങ്ങ് വരെ. ഞാനൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് സാധനം കാണിച്ചിട്ടാവേ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിച്ചത് ഈ ഒരു വീടുകളുണ്ടാവും. ഇതൊക്കെ ഒരു 100 വർഷത്തിന് മുകളിൽ പ്രായമുള്ള പഴയ വീടുകളാണ്, എല്ലാ വീടുകളും. ആംസ്റ്റർഡാമിൽ ഒരുവിധം വീടുകളൊക്കെ പഴയ തന്നെയാണ്. ഈ വീടുകൾക്ക് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ മുന്നിൽ കിടക്കുന്ന കറുത്ത വീടിൻ്റെ മുകളിൽ നോക്കി നിങ്ങൾ, ഇവിടെ കണ്ടോ ഒരു കൊക്ക ഉണ്ടോ? അപ്പുറത്തെ വീടിൻ്റെ അടുത്ത് കാണുന്നുണ്ട്, അതിനപ്പുറം കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ വീടുകൾക്കും ഇതേപോലെ ഒരു കൊക്ക ഉണ്ടാവും. ഈ വീടിനെ കണ്ടോ, ഇവിടെ കണ്ടോ ഒരു കൊക്ക ഉണ്ടാവും. ഇത് എനിക്ക് ഭയങ്കര അത്ഭുതപ്പെടുത്തി. കാരണം ഇതെന്താണ് ഇങ്ങനെ എല്ലാ വീടുകളും കൊക്ക കൊടുത്തിന്. പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ പഴയകാലത്തെ വീടുകൾക്ക് ലിഫ്റ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇപ്പോൾ ഈ വീടിൻ്റെ മുകളിൽ താമസിക്കുന്ന ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ സാധനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ മുകളിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ കൊക്ക ഉണ്ടാവും. ഈ കൊക്കയിലേക്ക് കപ്പിയിട്ടിട്ട് അതുവഴി കെട്ടിപ്പൊക്കിയിട്ട് അവിടുന്ന് ഇതിൻ്റെ വിൻഡോസിൻ്റെ വലിപ്പം വളരെ വലുതാണ്. ഇപ്പോൾ ഏത് ബിൽഡിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിൻഡോസിൻ്റെ വലിപ്പം വളരെ കൂടുതലാണ്. ഈ വിൻഡോ വഴി ഇവർ സാധനങ്ങൾ ഉള്ളിൽ കൊണ്ടുവെക്കും. ശരിയല്ലേ ബ്രോ? ശരിയാണ്. പൊതുവേ ഫർണിച്ചറുകളാണ്. ഇപ്പം കട്ടിലും സോഫ അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടുത്തെ സ്റ്റെയർ കേസ് വഴി കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ സ്റ്റെയർ കേസ് വളരെ വീതി കുറവാണ്. അപ്പോൾ പണ്ട് കാലത്ത് തന്നെ ഇവർ കയറ് കെട്ടി കയറ് കെട്ടി ഫർണിച്ചറെല്ലാം കയറിൽ കെട്ടി മുകളിലോട്ട് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ രാജ്യത്തും ഓരോ സിസ്റ്റം കേട്ടോ. ശരിക്കും നമുക്കത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ജീവിക്കുന്ന ഏതെങ്കിലും ആളുടെ കൂടെ തന്നെ പോകണം. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതുവഴി പോകുമ്പോൾ നമ്മളിത് ശ്രദ്ധിക്കില്ല. നമ്മളിങ്ങനെ കുറേ ബിൽഡിങ്ങുകൾ അമ്പര ചുമ്പര ബിൽഡിങ്ങുകൾ കണ്ടിട്ട് നമ്മൾ നടന്നിട്ട് പോകും. ആംസ്റ്റർഡാമിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓടുന്നൊരു വണ്ടി ഇതൊരു ഇലക്ട്രിക് വണ്ടി കേട്ടോ, കണ്ടില്ലേ? പിന്നെ എല്ലാ രാജ്യങ്ങളിലും പറയിപ്പിക്കുന്ന പിള്ളേരുള്ള ഇവിടെയും പറയിപ്പിക്കുന്ന പിള്ളേരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റൂൾസ് അവർ മാറ്റി ഇവിടുത്തെ ഇലക്ട്രിക് ബൈസൈക്കിൾസിന് മിനിമം 14 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റും. കാരണം അതിന് ഓൾമോസ്റ്റ് 40 കിലോമീറ്റർ പ്ലസ് സ്പീഡിലാണ് ആ വണ്ടി പോകുന്നത്. അപ്പം ഇവിടെ ഭയങ്കര തിരക്കാണ് സ്ട്രീറ്റിലൊക്കെ. ആ സമയത്ത് തിരക്കുള്ള സ്ട്രീറ്റിലേക്ക് കൂടി നാട്ടിലിപ്പോൾ ലംബോർഗിനൊക്കെ പോകുന്നതിന് തുല്യമാണ് ആ ഒരു 40 കിലോമീറ്റർ. ആ സ്പീഡിൽ പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അതിന് റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ ആംസ്റ്റർഡാമിൽ നല്ലൊരു വണ്ടി കണ്ടു ബ്രോ, ഡിഫൻഡർ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ കാറുകൾക്ക് വലിയ പ്രസക്തിയില്ല, അല്ല ബ്രോ? ഇവിടെ എങ്ങനെ ആൾക്കാരെ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഇതില്ല. ഇപ്പം പൈസ ഉണ്ടെന്ന് ആൾക്കാർ മറ്റുള്ളവരെ അറിയിക്കണം, അങ്ങനെയുള്ള ഒരു ഇതില്ല. അപ്പം വളരെ കോടികൾ സമ്പാദ്യമുള്ള ആളുകളാണെങ്കിലും സൈക്കിളിലാണ് പോകുന്നത്. ഇപ്പം പാവപ്പെട്ടവനാണെങ്കിലും സൈക്കിളിലാണ് പോകുന്നത്. മന്ത്രിമാർക്ക് ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ പോലും ഫുൾ ടൈം മിക്ക സമയം ബൈസൈക്കിളാണ് ഓടിച്ചുകൊണ്ട് വന്നത്. You have a bicycle? No. You don't have? Why? No. Even Prime Minister owned a bicycle. Why you don't have a bicycle? Yes, I don't know how to ride bicycle. അപ്പം പുള്ളിക്കാരത്തി റഷ്യയിൽ നിന്നാണ് വരുന്നത്. അവിടെ ബൈസൈക്കിൾ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല ഇവിടെ. അപ്പം അതുകൊണ്ടാണ് ബൈസൈക്കിൾ ഓടിക്കാൻ അറിയാത്തത്. Yeah, it's okay. We'll teach you. ബ്രോ, ഏത് മാസം ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത്? ഇപ്പോൾ സെപ്റ്റംബർ വരെയാണ് ഇവിടെ വിൻ്റർ. അത് കഴിഞ്ഞിട്ട് ഓട്ടം സീസൺ വരുന്നുണ്ട്. പിന്നെ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ വിൻ്റർ വരും. പിന്നെ ഇപ്പോൾ ഈ കാലാവസ്ഥ ഗ്ലോബൽ ക്ലൈമറ്റ് വേരിയേഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം പെട്ടെന്ന് ക്ലൈമറ്റ് മാറി നിന്നിരിക്കാം. ഇപ്പോൾ സണ്ണായിരിക്കാം, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വേണമെങ്കിൽ പെട്ടെന്ന് മഴ വരാം. ഒരു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു എഫക്റ്റാണ് പറയുന്നത്. രാവിലെ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങും പറഞ്ഞു ഉള്ളിൽ ജാക്കറ്റൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ ആളെ ഇപ്പം സ്വന്തം ജാക്കറ്റ് ഒരു കൈ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചേട്ടോ, നല്ലൊരു പോസിറ്റീവ് വൈബാണേ സീരിയസ്ലി. കാരണം എന്ന് വെച്ചാൽ ഒരു ആംസ്റ്റർഡാം എന്ന് കേൾക്കുമ്പം നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് എന്താണ്? കഞ്ചാവ്, കുറേ ബോട്ടുകൾ. പക്ഷെ അതല്ലോ, ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിൻമില്ല്, ഞാൻ കറക്റ്റ് വീഡിയോ ചെയ്തിരുന്നു. വിൻമില്ലൊക്കെ വേൾഡിൽ തന്നെ ഫസ്റ്റ് കൊണ്ടുവന്നത് ആംസ്റ്റർഡാമിലാണ്. വിൻമില്ല് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആംസ്റ്റർഡാമിലെ പ്രധാന ഇൻകം സോഴ്സ് തന്നെ കയറ്റുമതി അല്ലേ ബ്രോ? വെജിറ്റബിൾസ് അല്ലേ? അഗ്രികൾച്ചർ മേഖല എക്സ്പ്ലോറേഷൻ ആണ്. പ്ലാന്റ് പ്രോഡക്ട്സ്, മീറ്റ് അങ്ങനെയുള്ളതാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ കഴിഞ്ഞ വർഷം പോയപ്പോൾ ചീസിൻ്റെ അവിടെയൊക്കെ പോയിരുന്നില്ലേ? യാ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ. ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ കുറവാട്ടോ ആൾക്കാർ. നിങ്ങൾ അടുത്ത തവണ വരുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അല്ലാണ്ട് ഇവിടെ വന്ന് സ്പേസ് കേക്കും കഴിച്ച് കഞ്ചാവ് അടിച്ച് സ്ട്രീറ്റിലേക്ക് കൂടെ നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു 90% ആൾക്കാരും ആംസ്റ്റർഡാമിലേക്ക് വരുന്നതും ഈ കേക്കും കാര്യങ്ങളും തന്നെയാണ്. ശരിയല്ലേ ബ്രോ? അതെ. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഗവൺമെൻറ് ടൂറിസ്റ്റുകൾ ഇനി വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ വിസക്ക് സബ്മിറ്റ് ചെയ്യുമ്പോഴും
ആംസ്റ്റർഡാമിലൊക്കെ ഈ നെതർലാൻഡ്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കിട്ടാനൊക്കെ ചാൻസ് വളരെ കുറവാട്ടോ. ടൂറിസം കൊണ്ട് ജീവിക്കുന്ന രാജ്യങ്ങൾ ഈ ഫ്രാൻസൊക്കെ ആണെങ്കിൽ ടൂറിസമാണ് മെയിനായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഫ്രാൻസിലൊക്കെ നമുക്ക് വിസ ആപ്ലിക്കേഷൻ വേഗം അപ്രൂവ് ആകുന്നത്. വേറെ കാര്യം, ഇവിടെ നടക്കുന്നത് ടൂറിസ്റ്റുകളായിരിക്കും എൻ്റെ അറിവിൽ. കാരണം ലോക്കൽസ് ഒന്നും നടക്കാൻ ചാൻസ് വളരെ കുറവ്. എല്ലാവരും സൈക്കിൾസ് തന്നെയാണ്. അപ്പോൾ ഈ നടന്നു വരുന്ന ആൾക്കാർ കാണുമ്പോൾ ആൾക്കാർക്ക് അറിയാം ഇതൊക്കെ ടൂറിസ്റ്റുകളാണെന്നുള്ളത്. നമ്മളെ അടക്കം. നമ്മളെ കണ്ട ഒരു കഞ്ഞിലൊക്കെ ഉണ്ടോ ബ്രോ? സോ ട്രാം ലൈനാണിത്. ട്രാം ലൈനിൽ കൂടി പോകുമ്പം ഇങ്ങനെ തിരിയാണ് ഇടയ്ക്കിടയ്ക്ക്. അല്ലെങ്കിൽ ബേക്കിൽ വന്നിട്ട് ട്രാം വന്നിട്ട് കുണ്ടിക്ക് കൊണ്ട് അടിച്ചിട്ടുണ്ടാവും. മുകളിൽ ഇലക്ട്രിസിറ്റി ഒക്കെ പോകുന്നുണ്ട്. യൂറോപ്പിൽ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത്. സോറി, അയാൾ എന്നെ തെറി പറഞ്ഞതാണ്. ബ്രോ തെറി പറഞ്ഞിട്ടുണ്ടോ? ആ, അതെന്താ അറിയോ, നമ്മുടെ നാട്ടിലെ എല്ലാം ഇടതാണല്ലോ, നമ്മളിങ്ങനെയാണ് നോക്കേണ്ടത് വണ്ടി വരും. പക്ഷേ ഇവിടെ എല്ലാം വലതാണ് കേട്ടോ. സൈക്കിൾ പോകുന്നത് റൈറ്റിലേക്കൂടി അങ്ങോട്ടും റൈറ്റിലേക്കൂടി ഇങ്ങോട്ടുമാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഒരു തെറി കേട്ട സ്ഥിതിക്ക് അമ്മച്ചീനെ വാങ്ങി തെറി കേട്ടല്ലോ ബ്രോ. നിങ്ങളൊന്ന് ഇറങ്ങിയെന്ന് ഇറങ്ങിക്ക് ബ്രോ, രസമല്ലേ? അമ്മച്ചി ചാടട്ടെ, അമ്മച്ചി ചാടട്ടെ. ഇവിടുത്തെ ആൾക്കാർക്ക് പ്രായം കൂടുതലാണ്. ഇതൊക്കെ നിങ്ങൾ ഈ ഒരു പ്രായത്തിലൊക്കെ ഇവർ സൈക്കിൾ ഓടിച്ച് പോകുന്നുണ്ടോ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൈക്കിൾ ഓടിക്കുന്നതിൻ്റെ അതുമൂലം അവർക്ക് കിട്ടുന്ന ഫിസിക്കലി കിട്ടുന്ന സ്ട്രെങ്ത് കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ള സ്ക്വയറിലാണ്. ഇവിടുത്തെ വൺ ഓഫ് ദി മെയിൻ സ്ക്വയറാണ്. ഈ സ്ക്വയറിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇതൊരു 100 വർഷങ്ങൾക്ക് മുന്നേ, ഇത് നിങ്ങൾ ഈ പച്ച കണ്ടോ, ഇവിടെ പണ്ട് പച്ചക്കറിയും അതും ഇതൊക്കെ വിറ്റായിരുന്നു. ഇപ്പോൾ യൂറോപ്പിലെ പല കൺട്രീസിൽ പോകുമ്പോൾ നമുക്ക് പഴയ മാർക്കറ്റിൽ കാണാൻ പറ്റും. അതുപോലത്തെ ഒരു പഴയ ഒരു മാർക്കറ്റായത് ഇവിടെ ആയിരുന്നു ഒരു 100 years ago. കണ്ടോ, ഇവിടെ മുഴുവനും ഒരു കാലത്ത് വണ്ടിയിലും അതും ഇതിലൊക്കെ ആൾക്കാർ അവരുടെ സാധനങ്ങൾ, പച്ചക്കറി, ചീസ്, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വിറ്റാടുന്നൊരു മാർക്കറ്റായിരുന്നു. പിന്നീട് ഗവൺമെൻറ് എന്ത് ചെയ്തു, ഇവിടുത്തെ ഒരു ഫേമസ് പെയിൻ്റ് ഉണ്ട്, റംബ്രാൻഡ് ഉണ്ട്. റംബ്രാൻഡ് അല്ല ബ്രോ, റംബ്രാൻഡിൻ്റെ പ്രതിമ ഉണ്ടോ? ഈ പ്രതിമ ഗവൺമെൻറ് ഇവിടെ സ്ഥാപിച്ചു ഒരു 100 years ago. ആ സ്ഥാപിച്ചതിന് ശേഷം മൊത്തത്തിൽ മാറി. പിന്നെ ഈ മാർക്കറ്റൊക്കെ മാറിയിട്ട് ഇതൊരു പാർക്കായി, ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനായി മാറി. ഇതാണ് പുള്ളി കേട്ടോ. ഓക്കെ, അതുപോലെ ഈ സ്ട്രീറ്റിൻ്റെ പേര് ഇവിടെ റംബ്രാൻ എന്ന് മാറിയതിനു ശേഷം ഈ സ്ട്രീറ്റ് പിന്നീട് റംബ്രാൻ സ്ക്വയർ എന്ന രീതിയിൽ മൊത്തത്തിൽ മാറി കേട്ടോ. ശരിക്കും ഈ ഒരു ഏരിയനെ മൊത്തത്തിൽ മാറ്റിമറിച്ച ഒരു മുതലാണ് ഈ കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ നേരെ അപ്പുറം ഇപ്പം നമുക്കൊരു സ്പേസ് മാനെ കാണാൻ പറ്റും. കാരണം നമുക്ക് ആംസ്റ്റർഡാമിൽ ഒരുപാട് സ്പേസ് കേക്കെല്ലാം കിട്ടുന്നുണ്ടായിരിക്കാം ചിലപ്പം ഗവൺമെൻറ് ഇവിടെ ഒരു സ്പേസ് മാൻ്റെ ഇത് കൊടുത്തത്. ആ ഒരു കേക്ക് കഴിച്ചാൽ ഇതേപോലെ സൂട്ടിട്ട് സ്പേസിൽ പോകാൻ പറ്റും എന്നാണ് ബ്രോ. തിരിച്ചു വരാം. അതാണ് ഗവൺമെൻറ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. നോക്കിയേ, സ്പേസ്. ഇപ്പോൾ ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റും ഇപ്പോൾ ഒരുപാട് നമുക്ക് പിന്നെ ബാറുകളുണ്ട്, ഫേമസ് ബാറുകളുണ്ടോ, കോഫി ഷോപ്പ്, സ്മോക്കിംഗ് കണ്ടോ. ഇത് ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് ഒരു കേക്ക് വാങ്ങുക, കഴിച്ചിട്ട് ഇതേപോലെ നമുക്ക് ഒരു പാരച്യൂട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് സ്പേസിൽ പോയിട്ട് എൻജോയ് ചെയ്യാം. അതാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെയായിട്ട് നമുക്ക് ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ബാറുണ്ട്. ഇതൊക്കെ ഭയങ്കര ഫേമസ് ബാറുകളാണ്. അടിപൊളി. ക്രിസ്റ്റീന, യു വാണ്ട് ടു ഗോ ടു സ്പേസ്? You want to go to space? Yes, of course. You go and have some space cake and you can come here and we can sit here. See? ഏതായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ പുതിയ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അടുത്ത എപ്പിസോഡ് വരാൻ പോകും. ബ്രോ എന്താണ് പറയാനുള്ളത്? ഇവിടെ സ്പേസ് കേക്ക് തിന്നാൻ വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ വന്ന് യൂറോപ്യൻസിനെ കല്യാണമെങ്കിൽ സ്പേസ് കേക്ക് തിന്ന് 4 മണിക്കൂർ ഇങ്ങനെ ബഹിരാകാശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന മലയാളികളോട് എന്താണ് പറയാനുള്ളത്? വരികയാണെങ്കിൽ സ്പേസ് കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ രണ്ടാമത് ട്രൈ ചെയ്യാവുള്ളൂ. കാരണം എത്രത്തോളം കിക്ക് വരുമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യുക 1 മണിക്കൂർ. അതിനുശേഷം എഫക്റ്റ് അനുസരിച്ച് വേണം തീരുമാനിക്കാൻ രണ്ടാമതൊരെണ്ണം വേണമെന്ന്. ഇപ്പം പല ഇന്ത്യക്കാരും വന്നിട്ട് 2 എണ്ണമൊക്കെ അടിച്ചു കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലോട്ട് മാറുന്നതാണ്. എന്താണ് ഈ സ്പേസ് കേക്ക് ശരിക്കും എന്താണ് മിക്സ് ചെയ്യുന്നത് അതിൽ? എന്താ പറയുന്നത്, മരിവാന എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ്. കഞ്ചാവ് എന്നാണ് ആഡ് ചെയ്യുന്നത്. അപ്പം അവർ കേക്ക് ഉണ്ടാക്കും. നാട്ടിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമല്ലോ. അപ്പം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കുറച്ച് പൊടിയും കൂടി ഇടുന്നതന്നെ ഉള്ളൂ. അപ്പോഴത്തേക്കും ഇതിൻ്റെ എഫക്റ്റ് വരും. ലീഗലാണ് ഇവിടെ? ലീഗലാണ്. ഇപ്പം എല്ലാവർക്കും സ്മോക്ക് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് സ്മോക്കിംഗ് എങ്ങനെ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് അവരിവിടെ കേക്കിൻ്റെ രീതിയിൽ വിൽക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റുകളിൽ മാത്രമല്ല, ചിലവർ ഹൗസ് പാർട്ടി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കും, വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൊടിയും കൂടി ഇടും. അപ്പോഴത്തേക്കും സ്പേസ് കേക്കായി. ചിലപ്പോൾ കഴിക്കുന്നവർക്ക് ഇത് അറിയത്തില്ലായിരിക്കാം. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് അവർ പറയും, ഓക്കെ നിങ്ങളിപ്പം കഴിച്ചൊരു സ്പേസ് കേക്കാണ്. So you had space cake? Yes, one time. Oh, you like it? No, I don't feel anything. You don't like it? You don't even finish? Good. ഇതാണ് ആംസ്റ്റർഡാമിലെ വിശേഷങ്ങൾ. ഒരുപാട് വിശേഷങ്ങൾ ഇനി വരാനുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും പറയാം മല്ലു ട്രാവൽ ഈസ് ബാക്ക് വിത്ത് എ ട്രാവൽ ബോക്സ്, ട്രാവൽ വീഡിയോസ് ഓൺലി. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഹാപ്പി. അപ്പോൾ താങ്ക് യു ബ്രോ ആണ് നമ്മൾ ഹോസ്റ്റ് ചെയ്തത്. താങ്ക് യു.
ബ്രോയുടെ ഗേൾ ഫ്രണ്ടാണ്, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ നമ്മുടെയൊക്കെ അമ്മായിയാണ്, അങ്ങനെ തന്നെ നമുക്ക് പറയാം. അപ്പം ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്. നല്ല നല്ല വീഡിയോസ് വരാണ്ട് അടുത്ത എപ്പിസോഡ് കാണാം.